ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. അനങ്ങനടി പഞ്ചായത്തിൽ UDF സ്ഥിരം സമിതി അധ്യക്ഷയെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ CP വനജയെയാണ് പുറത്താക്കിയത്. വെള്ളിയാഴ്ച ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അവിശ്വാസ പ്രമേയം പാസായി. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അനങ്ങനടി വാർഡിൽ നിന്നും വിജയിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായ CP വനജയെയാണ് UDF അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള മറ്റ് ലീഗ്, കോൺഗ്രസ് അംഗങ്ങൾ വനജയ്ക്കെതിരെ വോട്ട് ചെയ്തു. 10 വർഷമായി മുസ്ലിം ലീഗ് അംഗമാണ് വനജ. നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് അവിശ്വാസം കൊണ്ടുവരാനുള്ള കാരണമെന്ന് CP വനജ ആരോപിച്ചു. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അവിശ്വാസ പ്രമേയം വരുമ്പോൾ ഞാൻ ഈ മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും പറയാല്ല, ഞങ്ങൾക്ക് വോട്ടിങ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് എൻ്റെ പേരിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ പാർട്ടിയിൽ ഇത്ര കാലം 10 വർഷമായി തുറന്നു നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ പറ്റിയൊരു അവിശ്വാസം കൊണ്ടുവരും. ആ അവിശ്വാസ പ്രമേയം എന്താണെന്ന് എനിക്ക് അറിയണം, അതിൻ്റെ കാരണം വ്യക്തമായിട്ട് എനിക്ക് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഈ 2 കക്ഷികളും വോട്ടിങ്ങിന് ഇടാമെന്ന് മാത്രമേ പറഞ്ഞു. പക്ഷെ പാർട്ടിയുടെ അകത്ത് എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി ഉണ്ടാകുമ്പോൾ പാർട്ടിയിൽ ഇരുന്ന് അവർ ചർച്ച ചെയ്യുക, അതാണ് ഒരു പാർട്ടിക്ക് ചേർന്ന നല്ല രീതിയായ രീതി എന്നെ അപേക്ഷിച്ച് തോന്നുന്നു. UDFന്റെ മറ്റ് അംഗങ്ങളുമായി അകലുകയും CPMന്റെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തതിനാലാണ് പാർട്ടി നിർദ്ദേശപ്രകാരം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്ന് UDF അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ K. അബ്ദുൾ സലാം പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.